അതിന് മിഠായിനൊക്കെ അമ്മയ്ക്ക് ചൂട്ടിക്ക് ഞാൻ തരാം. അടിപൊളി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഖത്തറിൽ ഫ്രഷ് ഫിഷൊക്കെ കിട്ടണമെങ്കിൽ വല്ല ബീച്ച് സൈഡിലൊക്കെ പോകണം. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇവിടെ കോർണിഷിൽ പോയിട്ട് കുറച്ച് ഫ്രഷ് ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആദ്യം കണ്ടിട്ട് വാ, എന്നിട്ട് ഇന്നത്തെ വീഡിയോസ് നമുക്ക് കാണാം. നമ്മുടെ വാതിൽ കുറച്ച് ടൈറ്റാണ്, അപ്പോൾ പെട്ടെന്നൊന്നും വാതിൽ തുറന്നു പോകാൻ ഭാഗ്യം പറ്റില്ല. അവളുടെ ഉള്ള ഫോഴ്സ് മുഴുവൻ ഉപയോഗിച്ചിട്ട് വേണം വാതിൽ തുറക്കാൻ. ഇതാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള ലുലു. ഇവിടെ നിന്നാണ് നമ്മുടെ വീക്കെൻഡ് പർച്ചേസ് ഒക്കെ. ആദ്യം നമ്മൾ പോയത് പെട്രോൾ പമ്പിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഇതേ ഒരാൾ കാർഡും പിടിച്ചിരിക്കുകയാണ് പേ ചെയ്യാനായിട്ട്. അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് അതിനോട് തൊട്ട് തന്നെ ഉണ്ട് ഒരു മിനി സൂപ്പർ മാർക്കറ്റ്. നമ്മൾ അവിടെയും കയറി. അമ്മേ, ഇത് ശരിക്കലൊക്കെ എല്ലാം ഇതൊരു ടോയ് മാത്രമുള്ള അമ്മേ. അതിന് മിഠായിനൊക്കെ അമ്മയ്ക്ക് ചൂട്ടിക്ക് ഞാൻ തരാം. ഞാൻ അത് ടോയിനെങ്കിൽ ആ ടോയ് ഞാൻ ബാക്കിയിടെയായിട്ട് ചോക്ലേറ്റ് കാണുമ്പോൾ വേണം എന്ന് പറഞ്ഞിട്ടുള്ള വാശി കൂടുതലാണ്. ഞങ്ങൾ അങ്ങനെ അത് പ്രോത്സാഹിപ്പിക്കാറില്ല. അവള് വാശി പിടിക്കുന്ന സാധനം നമുക്കും അവൾക്കും ആവശ്യമാണെന്ന് തോന്നുന്നത് മാത്രമേ ഞങ്ങൾ വാങ്ങി കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബില്ല് ചെയ്ത് നമ്മൾ നേരെ കോർണിഷിലേക്ക് പോയി. കോർണിഷിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. വേൾഡ് കപ്പിന്റെ ടൈമിലായിരുന്നു അവർ ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തതൊക്കെ. അങ്ങനെ നമ്മൾ ഇതേ കോർണിഷ് എത്തി. കാർ പാർക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ഇതേ ഫിഷ് വാങ്ങാൻ വേഗം പോവാം. ഞാൻ വിചാരിച്ചു വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുന്നു. പക്ഷെ വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 8:30-9 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അതായിരിക്കും വലിയ തിരക്കില്ല ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ സാധാരണ കോർണിഷിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ അവിടുന്ന് 2 ടൈപ്പ് ഫിഷ് വാങ്ങി. ഒന്ന് ക്രാബും പിന്നെ ഷേരി എന്ന് പറഞ്ഞൊരു ഫിഷാണ് വാങ്ങിയത്. അവിടെ അവർ ക്ലീൻ ചെയ്ത് തരില്ല, നമ്മളത് വീട്ടിൽ പോയിട്ട് ക്ലീൻ ചെയ്യണം. അത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് പീസ് ആക്കിയിട്ട് നമുക്ക് തരും. ഇതിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് കഴിഞ്ഞ് ക്യാഷൊക്കെ കൊടുത്ത് ഇറങ്ങി. അവിടെ കുറേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വലിയ ഫിഷൊക്കെ വാങ്ങി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ചെറിയ ഫിഷ് വാങ്ങിയത്. അവിടെ ഉള്ളതിൽ ചെറിയ ഫിഷ് ശരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തൊട്ട് തന്നെയാണ് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതൊക്കെ കാണുന്നത് അവർ ഫിഷിങ്ങിന് പോണ ബോട്ടുകളാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു വലിയൊരു തെരണ്ടീനെയും കൊണ്ടൊരാള് പോണ കാണുന്നത്. പാവം അത് കണ്ടപ്പോ തന്നെ പേടിച്ച് ഓളിട്ടു. ഇതൊക്കെ നമ്മുടെ അവിടെയും കടപ്പുറത്ത് കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. അവരിതേ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ വലയൊക്കെ ക്ലീൻ ചെയ്ത് അതിന്റെ നോട്ട്സ് ഒക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ മുന്നോട്ട് കുറച്ചും കൂടി നടന്ന് ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ താമസിച്ചിരുന്നത് അതിനടുത്തായിരുന്നു. നമുക്ക് ഇവിടേക്ക് മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ വരാറുണ്ട് നടക്കാനായിട്ടൊക്കെ. രാത്രി സമയം ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ കുറെ ആളുകൾ ഇതിന്റെ എൻഡില് മീൻ പിടിക്കണുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ കാണുന്ന ഒരു കൗതുകമാണല്ലോ. അപ്പൊ നമ്മൾ കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു. അപ്പോഴാണ് അവിടെ ക്രൂസ് ഷിപ്പ് വന്ന് കിടക്കണ കണ്ടത്. അപ്പൊ അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫിഷിംഗ് ബോട്ടൊക്കെ ബീച്ചിലേക്ക് ഇറക്കണതൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ ക്രൂസ് ഷിപ്പ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഈ കാണുന്നതാണ് കേട്ടോ ബോക്സ് പാർക്ക്.
ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ കണ്ടെയ്നർ ബോക്സുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണിത്. പക്ഷെ ഇവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ റെസ്റ്റോറൻറ്റുകളും പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ പല ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. അപ്പം അത് പകലൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം നൈറ്റൊക്കെ ആകുമ്പോൾ റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ക്രൂസ് ഷിപ്പ്. പണ്ട് ഇവിടെ ഫിഫയുടെ ടൈമിൽ റെജിനാൻ്റെ ഒരു ഫ്രണ്ടിന് ഫ്രീ ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ട് റെജിനാൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഷിപ്പിൽ 1 ഡേ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അന്ന് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റി. ഫുഡ് പിന്നെ റൂം അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റെജിനേട്ടൻ അന്ന് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരുമായിരുന്നു. ഞങ്ങൾ നാട്ടിലായിരുന്നു ആ ടൈമിൽ. അപ്പോഴേ നമുക്കതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമാണ് എന്നെങ്കിലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറണം എന്നുള്ളത്. എനിക്ക് ഷിപ്പ് മൂവ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കണ്ട് സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലുലു അല്ല, ഡീറിങ് റോഡിൽ കുറച്ചുകൂടി വലിയ ലുലു ഉണ്ട്, അവിടേക്കാണ് പോയത്. അപ്പോൾ മോളുടെ സ്കൂളിലേക്ക് കുറച്ച് ക്രാഫ്റ്റിന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു സാധനമാണ് കൂർക്ക. അപ്പം അത് വീക്കെൻഡ്സിലാണ് വാങ്ങാറുള്ളൂ. അതൊക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വീക്കെൻഡ്സിലാകുമ്പോൾ പിന്നെ നമുക്ക് ടൈം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ലുലുവിൽ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡാ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പർച്ചേസിങ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പാണ് കേട്ടോ. ഞാൻ പരത്തുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ദോശയാണെന്ന്. ഇവിടെ വെള്ളയപ്പച്ചട്ടി ഉണ്ട്, പക്ഷെ ആ വെള്ളയപ്പച്ചട്ടി വെക്കുന്ന ബർണർ കുറച്ച് ഹീറ്റ് കുറവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദോശത്തട്ടിൽ തന്നെയാണ് വെള്ളയപ്പം ഉണ്ടാക്കുക. വെള്ളയപ്പത്തിലേക്ക് ഇന്ന് കുറുമക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിയുമ്പോൾ റിജിനായിട്ട് വന്നിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ലുലുവിലൊക്കെ പോയി വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാങ്ങിയ ഫിഷൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ലുലുവിന് നല്ല കൂർക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ക്ലീൻ ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ എല്ലാ വീക്കെൻഡ്സും ഇങ്ങനെ തന്നെയാണ്. ഒന്നെങ്കിൽ നമ്മൾ പുറത്ത് പോവും, അല്ലെങ്കിൽ വല്ല OTT മൂവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിരുന്ന് കാണും. എല്ലാവർക്കും അതെ, ഇപ്പം എനിക്കായാലും റെജിനാനായാലും മോൾക്കായാലും അതെ, രാത്രി ഒരുപാട് ടൈം ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നേരം വെളുത്ത് എണീക്കാൻ നല്ല മടിയാണ്. അപ്പോൾ വീക്കെൻഡ്സിലെല്ലാം നടക്കുള്ളൂ. വീക്ക് ഡേയ്സിൽ ഇപ്പോൾ റെജിനാൻ ഓഫീസിൽ പോകണം, മോൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അത് തന്നെ അതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ വീക്കെൻഡ്സ് മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. രാവിലെ എണീക്കാനും അതുപോലെ ലേറ്റ് ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശന്നു. ബാക്കി പ്രത്യേകം ഇന്ന് എന്താണോ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അവളിതേ തന്നെ ഫുഡൊക്കെ എടുത്ത് കറിയൊക്കെ കൂട്ടി കഴിച്ചു. അല്ലെങ്കിൽ അവൾ കറി കൂട്ടില്ല കേട്ടോ, നമ്മൾ കൊടുത്താൽ മാത്രമേ അവൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവളത് വെറുതെ കഴിക്കുള്ളൂ. പിന്നെ അവൾ കറിയും കൂട്ടി കഴിച്ചു. അടിപൊളി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് കൂർക്ക ഉപ്പേരി വെക്കാം, ഫിഷ് ഫ്രൈ ചെയ്യാം, ഫിഷ് കറി വെക്കാം. അങ്ങനെയാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റെജിനാൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവരേതോ മൂവിക്ക് പോണ കാര്യം പറഞ്ഞു. അപ്പോൾ റെജിനാൻ്റെ പറഞ്ഞാൽ നമുക്കും ഒരു മൂവിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ അങ്ങനെ സിനിമയ്ക്ക് അങ്ങനെ പോകാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റിന് ഭയങ്കര റേറ്റാണ്. പിന്നെ ഭാവിക്ക് ടിക്കറ്റ് എടുക്കണം. അവൾ വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിനകത്ത് കയറി അപ്പം തന്നെ കിടന്ന് ഉറങ്ങും. അവളങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ അവൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അവളുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്, കളറിങ് ഒക്കെയാണ് അവളുടെ മെയിൻ ഹോബി. തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ പിന്നെ അവൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്കും മര്യാദയ്ക്ക് മൂവി കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ അത്രയും നല്ല റിവ്യൂ ഉള്ള മൂവിയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവളെ മാക്സിമം ഉറക്കാണ്ട് വീട്ടിൽ നിന്ന് ഉറക്കാണ്ട് നോക്കും. പിന്നെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആൾ ഉറങ്ങിക്കോളും. അങ്ങനെ ചെയ്യാറ്.
ഇന്ന് നമ്മൾ പോണത് റെജിൻ ചേട്ടൻ വർക്ക് ചെയ്യണ കമ്പനിയിലേക്കാണ് കേട്ടോ, മൂവി കാണാൻ. അവരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി യൂസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. അവർക്ക് ഷോപ്പിംഗ് മാൾ ഉണ്ട്, പിന്നെ ഇൻഡോർ പാർക്ക് ഉണ്ട്, പിന്നെ ഹോട്ടലുണ്ട്, തിയേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിന് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവും, ടിക്കറ്റ് എടുക്കാൻ മൂവിക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴും ഡിസ്കൗണ്ട് ഉണ്ടാവും. അവിടെ കൂടുതലും മലയാളം മൂവീസ് കുറവാണ്, ഇംഗ്ലീഷും ഹിന്ദി മൂവീസൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവാറ്. അപ്പം ഇന്ന് നോക്കിയപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി കളിക്കുന്നുണ്ടെന്ന് കണ്ടു. അപ്പോൾ അതിന് പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോവാം. അവിടെ ആകുമ്പോൾ നമുക്ക് അത്ര വലിയ റേറ്റ് ആവില്ലല്ലോ ടിക്കറ്റിന്. ഈ മൂവിയുടെ റിവ്യൂ നോക്കിയപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റിയിട്ടോ. ഫിഷ് കറി എന്നുള്ളത് നമ്മൾ പരിപ്പും തക്കാളിയും കറിയാക്കാമെന്ന് വിചാരിച്ചു. ഫിഷ് കറി ആകുമ്പോൾ നമ്മൾ അതിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കണ്ടേ, പിന്നെ കുറച്ച് ടൈം പോവല്ലോ. 7:30ക്കാണ് ഷോ പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സഫാരി മാളിലൊന്ന് പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് എൻ്റെ ബ്രദറിനെയും പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് മൂവിക്ക്. അവൻ ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത്, പക്ഷേ വീഡിയോസിലൊന്നും വരാൻ അവന് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പ്ലേറ്റ് എക്സ്ട്രാ എപ്പോഴും ഉണ്ടാവും ടേബിളിൽ. അത് അവൻ്റെ പ്ലേറ്റാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഫുഡ് കഴിക്കുക. കണ്ണു അങ്ങനെ നമ്മൾ വേഗം ലഞ്ചൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടോ. ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് റെജിനാൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് റെജിനാട്ടൻ വർക്ക് ചെയ്യുന്നത്. ആ കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീൻ നമുക്ക് ദോഹയിൽ എവിടെ നിന്നാലും കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതിപ്പോൾ ഡിസ്കൗണ്ട് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ID ഒക്കെ കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ നമ്മൾ സഫാരി മാളിലേക്ക് പോയിട്ടോ. നമ്മൾ സഫാരി മാളിൽ പോയത് നമ്മുടെ മിക്സിയുടെ ഒരു ജാറ് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതും വാങ്ങണം, പിന്നെ ട്രൈപോഡും വാങ്ങി. അങ്ങനെ റെജിനേട്ടൻ അവിടെ ക്യാഷ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് വീഡിയോ എടുക്കായിരുന്നു. അപ്പോഴാണ് വാവ പറഞ്ഞത്, അമ്മ ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ വേഗം അപ്പോൾ ഓഫ് ചെയ്തോട്ടോ ഫോൺ. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിൽ വന്ന് എൻ്റെ ബ്രദറിനെയും പിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മളിതേ റെജിനാൻ്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് മൂവി കാണാൻ. സഫാരി മാളിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് ഞാൻ കുറച്ച് നേരം വാവനെ കൊണ്ട് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മൂവിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ചിലപ്പോൾ അവൾ ഉറങ്ങും. പിന്നെ അവൾ ഹോംവർക്കൊന്നും ചെയ്യില്ല. പിന്നെ നാളെ സ്കൂളും ഉണ്ട്. അപ്പോൾ തിയേറ്ററിനകത്ത് കയറിയ ഉടൻ തന്നെ ഒരാൾക്ക് വിശപ്പ് വരും. അപ്പോൾ ആൾ വേഗം പോയി പോപ്കോണൊക്കെ വാങ്ങി ഇൻ്റർവെല്ലാകുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ് ആൾ കിടന്നുറങ്ങി. മൂവിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. നല്ലൊരു മൂവി ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.